ഒരിക്കലുമല്ല. എല്ലാത്തിൻ്റെ ക്രോണോളജിക്കൽ ഓർഡറിലുള്ള സംഭവമുണ്ട്. 2008 നിസാർ കമ്മിറ്റിയെ വെച്ചത് അച്യുതാനന്ദൻ ഗവൺമെൻറ്. അത് അവർ 2010 റിപ്പോർട്ട് കൊടുത്തു. 2010 അവരുടെ ക്യാബിനറ്റ് തീരുമാനിച്ച് ഈ ഭൂമി ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട്. വഖഫ് ഞങ്ങളുടെ സർക്കാർ വന്നതിന് ശേഷം ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടിയും ഞങ്ങൾ സ്വീകരിച്ചില്ല. അതായത് റവന്യൂ അതോറിറ്റീസിൻ്റെ നിന്ന് പറയണം, ഇവരിൽ നിന്ന് ടാക്സ് സ്വീകരിക്കണം. അതെന്നാ പറഞ്ഞത്? അത് രണ്ടാമത്തെ പിണറായി ഗവൺമെൻറ് വന്നതിന് ശേഷം 2022 ഇപ്പോഴത്തെ വഖഫ് ബോർഡ് റവന്യൂ അതോറിറ്റീസിനോട് ഇവരുടെ ടാക്സ് വാങ്ങിക്കരുതെന്ന് പറയുന്നത് ആദ്യം ഇപ്പോഴാണ് പറയുന്നത്. ഇപ്പോൾ കറക്റ്റ് ഞങ്ങളുടെ കയ്യിലുണ്ട്, മുഴുവൻ ഡീറ്റെയിൽസ് ഉണ്ട്, നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും തരാം. ഓർഡറിൽ ഞാനിത് നന്നായിട്ട് സ്റ്റഡി ചെയ്തു, നിയമപരമായി നോക്കിയതാണ് അവരാണ്. അത് കഴിഞ്ഞിട്ട് ഇത് വലിയ വിവാദമായപ്പോൾ അവരത് പിൻവലിക്കാനുള്ളൊരു തീരുമാനമെടുത്തു. അന്നത്തെ വഖഫ് സെക്രട്ടറിയോട് പറഞ്ഞത് പിൻവലിക്കണമെന്നോ, ഇപ്പോഴത്തെ വഖഫ് മന്ത്രി. അപ്പോൾ സെക്രട്ടറി പറഞ്ഞത് നിങ്ങൾ എഴുതി തരണമെന്നോ. അയാൾ എഴുതി കൊടുത്തില്ല വഖഫ് മന്ത്രി പിൻവലിക്കാൻ. പിന്നീട് പിൻവലിച്ചിട്ട് ഒരാളെ കൊണ്ട് കോടതിയിൽ കേസ് കൊടുപ്പിച്ചു. ആ കേസ് കൊടുത്ത ആളും ഇപ്പോഴത്തെ വഖഫ് മന്ത്രിയും തമ്മിൽ നല്ല ബന്ധമുള്ള ആളാണ്. അവർ രണ്ടുപേരും കൂടി ഒരുമിച്ചിരിക്കുന്ന ഫോട്ടോ ഞാൻ കാണിച്ചു തരാം, എൻ്റെ കയ്യിലുണ്ട്. ഞാൻ പിന്നെ ഇത് ഈ രണ്ട് മതങ്ങൾ തമ്മിലടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംഘപരിവാർ അജണ്ടയ്ക്ക് ചൂട്ടുപിടിച്ചു കൊടുക്കുകയാണ് CPM. ഞാൻ അതുകൊണ്ട് ഇങ്ങോട്ട് വല്ല ഇതുപോലത്തെ സാധനമൊക്കെ പറഞ്ഞാൽ ഞാൻ കുറേ കൂടെ ഡീറ്റെയിൽസ് അങ്ങോട്ട് പറയാം. ആ ആളും ഈ മന്ത്രിയും തമ്മിൽ കേസ് കൊടുത്തിട്ട് വീണ്ടും അതിന് സ്റ്റേ മേടിച്ചു. ആ ആളും മന്ത്രിയും തമ്മിൽ ഭയങ്കര ബന്ധമാണ്. ഈ വഖഫ് മന്ത്രിയാണ് അയാളെ പറഞ്ഞേൽപ്പിച്ചിട്ട് ആളുകളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് പിൻവലിപ്പിച്ചിട്ട് അടുത്ത ദിവസം പോയി ഇയാളെ കൊണ്ട് കേസ് കൊടുപ്പിച്ചു. ഞാനന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിരുന്നത് തുടക്കത്തിൽ. അല്ല ഞാനത് തുടക്കത്തിൽ നോക്കട്ടെ എന്നാണ് പറഞ്ഞിരുന്നത്. ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്ത കാര്യം. നോക്കട്ടെ എന്ന് പറയാം. 2ാം സ്ഥാനത്തിന് വേണ്ടി നല്ല മത്സരം നടക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ അന്തിമഘട്ടത്തിൽ അത് വിശകലനം നടത്തി ഞാൻ പറഞ്ഞു, ഇവിടെ പാലക്കാട് മത്സരം നടക്കുന്നത് CPM-ഉം BJP ആയിട്ടാണ്. കാരണം എന്ന് വെച്ചാൽ 2ാം സ്ഥാനത്ത് വരാനുള്ള CPM-ൻ്റെ ഒരു സാധ്യതയിൽ ഈ BJP-യിലേക്ക് സീറ്റ് ചോദിച്ച് പോയ ആൾക്ക് സീറ്റ് കൊടുത്ത് അത് തല്ലിക്കിടത്തിയത് CPM-ആണ്. CPM നന്നായി പ്രവർത്തിച്ച് അവരുടേതായൊരു പാർട്ടി സ്ഥാനാർത്ഥിയെ നന്നായി നിർത്തി മത്സരിച്ചിരുന്നുവെങ്കിൽ CPM-ന് കയറി വരാമായിരുന്ന ഒരു സാധ്യത, 2ാം സ്ഥാനത്തേക്ക് കയറി വരാമായിരുന്ന സാധ്യത CPM തന്നെ നശിപ്പിച്ചാണ്. ഈ ആളെ സ്ഥാനാർത്ഥിയാക്കിയതോടുകൂടി CPM അണികളിലും എല്ലാം വലിയ പ്രശ്നമാണ്. അല്ലെ PP ജയരാജൻ പറഞ്ഞിരിക്കുന്നത് അതാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല EP ജയരാജൻ തന്നെ പറഞ്ഞല്ലോ, അവസരവാദിയായ ഒരാളെ സ്ഥാനാർത്ഥിയാക്കിയാൽ പാർട്ടി പഠിക്കും. ഇരുണ്ട് വെളുക്കുന്നതിന് മുമ്പ് മറുകണ്ഠം ചാടിയ ആൾ, അതിനേക്കാൾ നല്ല സർട്ടിഫിക്കറ്റ് ഈ സ്ഥാനാർത്ഥിക്ക് കൊടുക്കാനില്ലല്ലോ. EP ആളെ ഇതൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ പറയും തുറന്ന് ഉള്ളിലുള്ളത്. അല്ല ഞാൻ പറഞ്ഞുതരട്ടെ. ഞാൻ ഇതിനു മുമ്പുള്ള 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. പ്രകാശ് ജാവദേക്കറെ കണ്ടെന്നുള്ള ആരോപണം വന്നപ്പോൾ എന്താ EP ആദ്യം പറഞ്ഞത്? കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ കണ്ടെന്ന് സമ്മതിച്ചു ഇല്ലേ? പിന്നെ രാജീവ് ചന്ദ്രശേഖറുമായിട്ടുള്ള ബിസിനസ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞപ്പോൾ എനിക്ക് വേണമെങ്കിൽ ആ സ്വത്ത് തരാമെന്ന് പറഞ്ഞു. ആർക്ക്? എനിക്ക് ഷെയർ ഉണ്ടെങ്കിൽ ആ സ്വത്ത് VD സതീശന് തരാമെന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. ഒരു അബദ്ധം പറ്റി എനിക്ക്. 2 ദിവസം കഴിഞ്ഞപ്പോൾ പുള്ളി വന്ന് പറഞ്ഞു എൻ്റെ ഭാര്യയ്ക്ക് ഷെയർ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം അദ്ദേഹം നിഷേധിച്ചു. കാരണം പാർട്ടി പറയില്ലേ. ഇന്ന് DC-യിലേക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഫോൺ വിളി പോയിട്ടുണ്ടല്ലോ. ഇന്ന് ഒരിക്കലും ഇത് പബ്ലിഷ് ചെയ്യരുത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഫോൺ വിളിച്ച് DC ബുക്സിൽ സമ്മർദ്ദം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇത് ബുക്ക് സ്റ്റാളിൽ വരും. DC ബുക്ക് സ്റ്റാളിൽ ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് വരേണ്ട ബുക്കാണത്. അവരത് കവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായല്ലോ. DC-യുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ കവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായല്ലോ. ഇപ്പോൾ എൻ്റെ ആത്മകഥ ദേശാഭിമാനിക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റുമോ? ഞാൻ എഴുതി കൊടുക്കാതെ ദേശാഭിമാനി പറയുകയാണ് ഇത് VD സതീശൻ്റെ ആത്മകഥ എന്ന് പറഞ്ഞാൽ ആത്മകഥ എഴുതാൻ പറ്റുമോ? അങ്ങനെ ഇത്രയും പേജുള്ള ഇത്രയും സീനിയറായിട്ടുള്ള കേരളത്തിലൊരു നേതാവിനെ, ഒരു മുൻ മന്ത്രിയെ കുറിച്ചൊരു ആത്മകഥ DC പോലുള്ള ആളുകൾ തന്നെത്താനും ഉണ്ടാക്കിയിട്ട് ചെയ്യുക. സംഭവം ഇതിനകത്ത് ഇത്രയേ ഉള്ളൂ. ആത്മകഥയൊക്കെ കറക്റ്റാണ്. ഇന്നതെങ്ങനെ പുറത്തായി ഇലക്ഷൻ്റെ ദിവസം എന്നുള്ളതാണ് ഒരു പ്രശ്നം. അതൊരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമാണ്. ഒരാൾ ആത്മകഥ എഴുതുമ്പോൾ അത് പുറത്തു പോകാമെന്ന് വെച്ചാൽ പാർട്ടിക്ക് അതൊരു പ്രശ്നമാണ്. ഇന്നത്തെ ദിവസം
അല്ലെങ്കിൽ ഈ അടുത്ത ഈ എന്താണ് 20-ാം തീയതി വരെ ഇതൊന്ന് മാനേജ് ചെയ്യണം. ആ മാനേജ് ചെയ്യണം, അത്രയുള്ള പ്രശ്നം. അതുവരെ EP പറയായിരിക്കും. ഈ പ്രകാശനം തടയാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇന്ന് സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട് DC ബുക്സിൻ്റെ മീത്.